റിപ്പോർട്ടർ ടിവി തികച്ചും വ്യാജമായ വാർത്തകൾ കെട്ടിച്ചമച്ച് തന്നെയും കുടുംബത്തെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുകയാണെന്ന ഗുരുതര ആരോപണവുമായി തൃശൂർ തേർഡ് അഡീഷണൽ മുൻസിഫ് മജിസ്ട്രേറ്റ് ടിയാര റോസ്മേരി രംഗത്ത്. ടിയാര റോസ്മേരിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: കഴിഞ്ഞ ഏപ്രിൽ മാസം 25-ാം തീയതി മുതൽ എന്റെയും എന്റെ കുടുംബത്തിന്റെയും ജീവിതം ഒരു ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. മരമുറി കള്ളന്മാർ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന റിപ്പോർട്ടർ ടിവി യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഞാൻ DMOയുടെ ഒപ്പും സീലും വ്യാജമായി നിർമ്മിച്ചു മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് അപേക്ഷ നൽകിയെന്ന് ആരോപിച്ച് ഒരു കള്ളവാർത്ത ആക്രോശിച്ചുകൊണ്ട് പുറത്തുവിട്ടു. ആ വാർത്തയിൽ എന്റെ അനുവാദമില്ലാതെ ഫേസ്ബുക്കിൽ നിന്നും എന്റെ ഫോട്ടോസ് മോഷ്ടിച്ച് എന്റെ പേരും ഫോട്ടോസും കുറഞ്ഞത് ഒരു 25 തവണയെങ്കിലും വളരെ മോശമായ രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് പരാമർശിച്ചു. എന്തിന്, എന്റെ കുടുംബാംഗങ്ങളുടെ പേര് പോലും ഇതിലേക്ക് വലിച്ചിഴയ്ക്കുകയുണ്ടായി. സത്യാവസ്ഥ അന്വേഷിക്കാനോ മറുപടി എന്നോട് ചോദിക്കാനോ തയ്യാറാകാതെ TRPക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ചില യൂട്യൂബർമാരും ഓൺലൈൻ മാധ്യമങ്ങളും കാളപ്പെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന രീതിയിൽ ഈ വാർത്ത ഏറ്റുപിടിച്ചു. അവർ നടത്തിയ അസത്യ പ്രചരണങ്ങൾ എന്റെയും എന്റെ കുടുംബത്തിന്റെയും അന്തസ്സിനെയാണ് ചോദ്യം ചെയ്തത്. ഒരു നിമിഷം കൊണ്ട് ഞാൻ സമൂഹത്തിന് മുന്നിൽ കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ടു. എന്റെ ജോലിയിൽ ഞാൻ എത്രമാത്രം കൃത്യനിഷ്ഠയും ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തുന്നുണ്ട് എന്ന് ഞാൻ ജോലി ചെയ്ത കോടതികളിലെ വിധികൾ പരിശോധിക്കുകയും അവിടെയുള്ള വക്കീലന്മാരോടും സ്റ്റാഫുകളോടും ചോദിച്ചാൽ അറിയാൻ സാധിക്കും. എന്റെ കുടുംബം അനുഭവിച്ച മാനസിക സമ്മർദ്ദം വാക്കുകൾക്ക് അതീതമാണ്. ഉറക്കമില്ലാത്ത രാത്രികൾ, സമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നടക്കാൻ കഴിയാത്ത അവസ്ഥ. ഈ വ്യാജ വാർത്തകൾ പടച്ചുവിട്ടവർക്കും അത് പ്രചരിപ്പിച്ചവർക്കും എന്റെ കുടുംബത്തിന്റെ കണ്ണീരിന് മറുപടി നൽകാൻ കഴിയുമോ? DMO ഓഫീസിൽ ഒരിക്കൽ പോലും കാലുകുത്താത്ത, DMO ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയാത്ത ഞാൻ DMOയുടെ വ്യാജ ഒപ്പും സീലും ഉപയോഗിച്ച് 30,000 രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു മരമുറി കേസിലെ പ്രതികളുടെ ഉടമസ്ഥതയിലുള്ള സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ലാത്ത ചാനലിന്റെ ആരോപണം. ഒരു ചാനൽ കീശയിലുണ്ടെങ്കിൽ ആരെയും തേജോവധം ചെയ്യാം എന്നാണ് അവരുടെ മനസ്സിലിരിപ്പ്. ഇതാ കോട്ടയം DMO ഓഫീസിൽ നിന്നുള്ള ഔദ്യോഗിക രേഖകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. ഞാൻ സമർപ്പിച്ച മെഡിക്കൽ ബില്ലുകളും എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റുകളും DMO നേരിട്ട് പരിശോധിച്ച് അനുവദനീയം ആണ് എന്ന ഒപ്പും സീലും വെച്ച് സാക്ഷ്യപ്പെടുത്തിയതാണെന്ന് ഇതിൽ വ്യക്തമാണ്. DMO ഓഫീസിലേക്ക് രേഖകൾ അയച്ചത് എന്റെ ഓഫീസ് മുഖേനയാണ്. ആയതിന്റെ സർട്ടിഫിക്കറ്റ് പകർപ്പും നൽകുന്നു. ഈ കള്ളവാർത്തകൾ കാരണം എന്റെ കുടുംബം മനോവിഷമം സഹിക്കാതെ ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ അതിനാരുത്തരം പറയുമായിരുന്നു? ഞങ്ങളുടെ ജീവന് ഒരു വിലയും ഇല്ലേ? ഞങ്ങൾ മരണപ്പെട്ടിരുന്നുവെങ്കിൽ സമൂഹം പറയും ചെയ്ത തെറ്റ് പിടിക്കപ്പെട്ടപ്പോൾ മനസ്സ് നൊന്ത് ആത്മഹത്യ ചെയ്തു എന്ന്. നിരപരാധികളായ എന്റെയും എന്റെ കുടുംബത്തിന്റെയും ജീവന് ആര് വില കൽപ്പിക്കും? ഞാൻ ഇല്ലെങ്കിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ആര് മുതിരും? പലർക്കും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അറിയാമെങ്കിലും കുപ്രസിദ്ധമായ ആ ചാനലിനെതിരെ ആരും ഒരു വാക്കും ഉരിയാടുന്നില്ല. തരം താഴാവുന്നതിന്റെ മാക്സിമം തരം താഴ്ന്ന് എന്നെയും എന്റെ കുടുംബത്തെയും മനസ്സ് മടുപ്പിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിടുക എന്ന ഉദ്ദേശത്തോടെ തികച്ചും വ്യാജ വാർത്തകൾ കെട്ടിച്ചമച്ച ആളുകളുടെ ജീവിതം തകർക്കുന്ന മാധ്യമ ധാർമ്മികതയില്ലാത്തവർക്കെതിരെ ജനങ്ങൾ ചുട്ട മറുപടി കൊടുക്കും എന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളുന്നു. സത്യം തിരിച്ചറിയുക. ഇത്തരം കള്ളപ്രചരണങ്ങളെ അവഗണിക്കുക. ഇത്തരം വ്യാജ വാർത്തകൾ നൽകുന്ന ചാനലുകൾ ബഹിഷ്കരിക്കുക.